കർണാടകയിൽ നിന്നുള്ള ഒരു അച്ഛനും മകനും RSSനെ നിരോധിച്ച് ഇനി മുന്നോട്ട് പോകൂ എന്നൊരു ശപഥമെടുത്ത് മുന്നേറുകയാണ്. നടക്കുമോ? മകൻ കർണാടകയിലാണെങ്കിൽ അച്ഛൻ അങ്ങ് ഡൽഹിയിൽ ഇരുന്നാണ് RSSനെ വെല്ലുവിളിക്കുന്നത്. വെല്ലുവിളിക്കാൻ ആർക്കും പറ്റുമല്ലോ. വെല്ലുവിളി വെറും പൊള്ളയായിട്ട് പോകുമ്പോഴാണല്ലോ അതിന് അർഹിക്കുന്ന അവഗണനയോ അവഹേളനയോ കിട്ടുന്നതും വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഉപരോധിക്കാൻ കഴിയുക? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്. രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനം വേണം, ഭാരതത്തെക്കുറിച്ച് അഭിമാനം വേണം, രാഷ്ട്രത്തെ സ്നേഹിക്കണം, രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കണം എന്ന് പറയുന്നവരോട് നിങ്ങൾ നാളെ തൊട്ട് ഭാരതത്തെ സ്നേഹിക്കാൻ പാടില്ല, ഭാരതത്തിന് വേണ്ടി സമർപ്പിക്കാൻ പാടില്ല, ഭാരതത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഭരണകൂടത്തിന് ഓർഡിനൻസ് ഇറക്കാൻ പറ്റുമോ? നിയമം പാസ്സാക്കാൻ പറ്റുമോ? അതാണ് ഈ മല്ലികാർജുൻ ഖർഗെയുടെയും മകന്റെയും ആവശ്യത്തുള്ള കൃത്യമായ മറുപടി. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഒരു സംഘമല്ല, ഒരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനമല്ല. അത് ഒരു ഭാവനയാണ്, അതൊരു മാനസികമായ സമർപ്പണമാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശ്രേണിയിലുള്ള ഒരു ഘട്ടമാണത്. എൻ്റെ ജീവനും എൻ്റെ സർവവും ഈ പദാംബുജത്തിന്റെ സീമ ഇത് പോകില്ല ഞാൻ എന്ന ആശാന്റെ വാക്കുകൾ ഭാരതമാതാവിന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ വികാരമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. സംഘം പറയുന്നത് തന്നെ സംഘം സമൂഹത്തിനുള്ളിലുള്ള ഒരു സംഘടനയല്ല, നേരെ മറിച്ച് സമാജത്തെ തന്നെ സംഘടനയാക്കി മാറ്റുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് കേവലം ഭാരതത്തിലെ സമാജത്തെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു കൂട്ടുന്നതിനുള്ള മാനവികതയ്ക്ക് വേണ്ടി ധാർമ്മികതയുടെ അടിത്തറയിൽ പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിനെ നിരോധിക്കണമെന്ന് പറയുമ്പം ആ പറയുന്നത് ആരാണെങ്കിലും അവരുടെ ഉള്ളിലിപ്പിനെ കുറിച്ച് ചോദിക്കേണ്ടി വരും. ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ. കുറച്ചുനാൾ പുറകിലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും എല്ലാം പ്രസ്താവന, പിന്നീട് അദ്ദേഹം പറഞ്ഞു മോദിയെ താഴെ ഇറക്കിയാലേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് തന്നെ അദ്ദേഹം ഒരു വേദിയിൽ പറയുന്നത് കേട്ടു. അപ്പോൾ RSSകാരനായ മോദിയെ താഴെ ഇറക്കുമെന്ന് പലതവണ ആവർത്തിച്ചെങ്കിൽ അത് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിൽ അത് നടക്കില്ലെന്ന് അവർക്ക് ഉറപ്പായ പശ്ചാത്തലത്തിലാണോ അങ്ങനെയെങ്കിൽ നിരോധിച്ചു കളയാം? ഇത് പറയുമ്പോൾ എനിക്ക് ഒരു ചെറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പറയാം. എനിക്ക് പണ്ടറിയാവുന്ന, നമുക്ക് അറിയാവുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന് മാനസികമായ വളർച്ച പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല, എല്ലാവർക്കും അറിയാം. അത് ആരും അവനെ കുറ്റപ്പെടുത്തി പറയില്ല, അവൻ്റെ പേരും ഞാൻ പറയുന്നില്ല. അവൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഈ അത്തായം ഉണ്ടായത് പിന്നെ എനിക്കൊരു ഗതിയില്ല എന്ന്. മനസ്സിലായോ? അത്തായം എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ സമൂഹം പറയുന്നതാണ്. എൻ്റെ അച്ഛനുണ്ടായത് പിന്നെ എനിക്കൊരു ഗതിയില്ലെന്ന് ഒരു പൊട്ടനായ മകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. അവന് വേണ്ട അനുകമ്പയും പരിഗണനയൊക്കെ കൊടുത്തിട്ടുമുണ്ട് കൂട്ടുകാരൊക്കെ. ഏതാണ്ട് ആ ഒരു തരത്തിലാണ് ഭാരതീയ ദേശീയതയെ, ഭാരതമെന്ന വികാരത്തെ, ഭാരതമെന്ന ബോധ്യത്തെ, ഭാരതത്തോട് സമർപ്പണത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ചിന്ത എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ മറ്റൊരു തരത്തിലെടുക്കണ്ട. അതിനപ്പുറം അതിനൊരു ഉദാഹരണം പറയാനില്ല. കാരണം ഭാരതം നിലനിൽക്കണമെങ്കിൽ, ഭാരതത്തിന്റെ ദേശീയത നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറ ആ ഹൈന്ദവ സാംസ്കാരിക ദേശീയതയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉയർത്തിപ്പിടിക്കുന്ന ആ ദർശനമാണെന്നത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഭാരതത്തെ എതിർക്കുന്നവരൊക്കെ സംഘത്തെ എതിർക്കുന്നത്. അപ്പോൾ ഉപരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുകളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് സംഘത്തിനെതിരാണ്. സംഘം മുന്നോട്ട് വെച്ച നരേന്ദ്രമോദി എന്ന ശക്തനായ പ്രധാനമന്ത്രിക്കെതിരാണ് എന്ന് പറയുമ്പം ആ
രണ്ട് ശക്തിയുടെയും അടിത്തറയില് ഭദ്രമായിരിക്കുന്ന ഭാരതത്തിന്റെ അടിത്തറ ഇളക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നിരോധം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പരിശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടല്ലോ. പക്ഷെ അവിടെയും രാഷ്ട്രീയ തന്ത്രപരമായും അവർക്ക് പറ്റുന്നൊരബദ്ധം സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഇലക്ഷനൊക്കെ പലരും പറഞ്ഞു വരുത്തിയത് എന്താ, പല നിഷ്പക്ഷ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞത്, സംഘം കഴിഞ്ഞ ഇലക്ഷന് 24 ഇലക്ഷന് മോദിയുടെ ഒപ്പം പൂർണ്ണമായിട്ടില്ലായിരുന്നു പറഞ്ഞല്ലേ കൂട്ടിന്. അപ്പൊ ഇവരിപ്പോ ആഗ്രഹിക്കുന്ന എന്താ? അല്ല, അവർ അത് ചൂണ്ടിക്കാട്ടാൻ കാരണം ഒരു BJP ആയിക്കോട്ടെ, അതെന്തുവാട്ടെ. എന്റെ ചോദ്യം എന്നറിയോ, അപ്പൊ കഴിഞ്ഞ ഇലക്ഷന് സംഘവും BJP രണ്ടായിട്ടാണ് വരുത്തി ഇവര് പറയുന്നതാണ്, സത്യമില്ല കാര്യത്തിനകത്ത്. ഇവരിപ്പോ ആഗ്രഹിക്കുന്ന എന്താ, സംഘത്തിനെ കൂടെ ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ ശ്രീജിത്തിനെ ചീത്ത പറയുന്നതിന് പകരം ശ്രീജിത്തിന്റെ കുടുംബക്കാരെ കൂടെ കൂടി ചീത്ത പറയുക. അപ്പൊ എന്ത് പറ്റും, കുടുംബക്കാരെല്ലാം സഹായിക്കാൻ വേണ്ടി ശ്രീജിത്തിനൊപ്പം വരത്തില്ലേ? ശ്രീജിത്തിനെ മാത്രം പറഞ്ഞ കുടുംബക്കാർ വിചാരിക്കും ഇത് അവരേതാണ്ട് തോന്നിവാസം കാണിച്ചതിനാ എന്ന് പറഞ്ഞ് നാട്ടുകാരെ നീ മര്യാദ കിടന്നാ മതി എന്ന് പറയില്ലേ, കുടുംബക്കാർ പറയും. ശ്രീജിത്തിന്റെ കുടുംബക്കാരും എന്ന് പറഞ്ഞ് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ശ്രീജിത്തിനോട് താല്പര്യമില്ലാത്തവരും കൂടെ വടിയെടുത്ത് ചാടി പുറത്തിറങ്ങുകയെ എന്ന് പറഞ്ഞ പോലെ 2029 ഇലക്ഷൻ വരുമ്പം 24 കൊടുക്കാത്ത പിന്തുണ കൊടുത്ത്, അല്ല ബീഹാറിലെ ഇലക്ഷൻ വരുമ്പം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ചെയ്തതുപോലെ സംഘത്തില് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമല്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാല് നിശബ്ദരായിരുന്നവർ പോലും ആക്റ്റീവായിട്ട് വന്ന ഈ നരേന്ദ്രമോദി ഭരണകൂടത്തെയും രാഷ്ട്രീയത്തെയും വിജയിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ടാകാൻ വഴിയില്ല. അതുപോലെ തന്നെ ഈ 2024 അങ്ങനെ ഒരു വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്രയിൽ വലിയ അത്ഭുത വിജയം തന്നെ ഉണ്ടായത്. അപ്പൊ 29 മോദിയുടെ വിജയം ഉറപ്പിക്കുന്നതിനുള്ള രാഷ്ട്രീയ മണ്ടത്തരമാണ് ഈ ഖഡ്ഗയെ പോലെ കോൺഗ്രസ്സുകാർ ഇപ്പൊ കാണിക്കുന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇതിന്റെ പരീക്ഷണശാലയാണോ കർണാടക? ഇപ്പോൾ കർണാടകയിൽ അത് കോടതി ഇടപെട്ടു, എന്നാലും പക്ഷേ കർണാടകയിലെ ലക്ഷ്യം വേറെയാണ്. അതെന്താ ഞാൻ പറയാം. ഖർഗയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു മുഖ്യമന്ത്രിയാകണമെന്ന്, നടന്നില്ല. പക്ഷെ ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആരെയാണ് എന്താണ് കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ അംബേദ്കറെ അവഹേളിക്കാമത്ര അവഹേളിച്ചു. 3 ഇലക്ഷന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയോട്ട് വരാത്ത രീതിയിൽ 946 മഹാരാഷ്ട്രയിൽ തോപ്പിച്ചു. അദ്ദേഹം ജയിച്ചു പോകുന്നത് കൽക്കട്ടയിൽ നിന്നാണ് കേട്ടോ. ഭരണഘടന നിർമ്മാണ സമിതിയുടെ ചെയർമാനൊക്കെ ഇരിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് തോപ്പിച്ച ആള് കൽക്കട്ട എന്ന നാമശൂദ്ര ജനവിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി 2ാമത് മത്സരം ജയിച്ചു വന്നതാ. 1952 54 തോപ്പിച്ചു. വേണ്ട, അംബേദ്കർക്ക് പകരക്കാരനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ബാബു ജഗജീവൻ റാം. ബംഗ്ലാദേശ് യുദ്ധം, ആ യുദ്ധം ജയിപ്പിച്ച പ്രഗത്ഭനായ പ്രതിരോധ മന്ത്രിയായിരുന്നു ജഗജീവൻ റാം. ആ ജഗജീവൻ റാമിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വളർച്ചയെ തടഞ്ഞതിന് ഇന്ദിരയുടെ മുഖത്ത് നോക്കി ജഗജീവൻ അവന് പറയേണ്ടി വന്നു, ഇസ് കമ്പത് മുൽക്കുമേ കഭി ഭി ഏക് ചമാർ പ്രധാനമന്ത്രി നഹീ ബൻ സക്താ. അതായത് ചമാർ ജനവിഭാഗത്തിൽപ്പെട്ട ആ ദളിത വിഭാഗത്തിൽപ്പെട്ട ജഗജീവൻ റാം ഇന്ദിരയുടെ മുഖത്തേക്ക് പറയുകയാണ് ഈ നശിക്കപ്പെട്ട രാജ്യത്ത് ഒരിക്കലും ഒരു ചമാർ പ്രധാനമന്ത്രി ആവില്ല എന്ന്. അങ്ങനെ ജഗജീവൻ റാമിനോട് പറയിപ്പിച്ചു. രാഹുലിന്റെ അച്ഛൻ രാജീവ് അഞ്ജയ്യ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയെ അവിടെ വിമാനത്താവളം വെച്ച് കരയിപ്പിച്ചു, അവഹേളിച്ച് കരയിപ്പിച്ച ശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തുവാക്കി. ഇനി അടുത്തത് പിന്നോക്കക്കാരനാണ് സീതാറാം കേസരി. ആ മനുഷ്യന്റെ ഉടുതുണി കൂട്ടി പിടിച്ചു പൊക്കി ബാത്റൂമിലേക്ക് എറിഞ്ഞ AICC ആസ്ഥാനത്തെ ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് സോണിയാഗാന്ധി സീതാറാം കേസരിയുടെ കസേര കയറിയിരുന്നത്. അങ്ങനെ എന്നും
പിന്നോക്ക ജനവിഭാഗത്തെ അവഹേളിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിനകത്ത് ഇപ്പോഴുള്ള സിദ്ധരാമയ്യയും വിജയകുമാറിനും മത്സരിക്കുന്നതിന് ഇടയ്ക്കൂടെ മല്ലികാർജുന ഖർഗെക്ക് ഒരു മുഖ്യമന്ത്രിയാകുന്ന അവസരം ആഗ്രഹിക്കുന്നുണ്ട്. നടന്നില്ലെങ്കിൽ മകനെങ്കിലും. അതിന് ഹിന്ദു വിരുദ്ധ വർഗീയവാദികളായ മുസ്ലിം സമൂഹത്തിന് തീവ്രവാദികളുടെ സപ്പോർട്ട് വേണം. ആ ഒരു പിന്തുണ ആർജിക്കാൻ വേണ്ടിയാണ് ഈ അച്ഛനും മകനും ഈ വൃത്തികെട്ട രാഷ്ട്രീയം, വർഗീയത രാഷ്ട്രീയമായിട്ട് വന്നിരിക്കുന്നത്. അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ഖഡ്ഗെയും അദ്ദേഹത്തിന്റെ മകനും YMCA യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഭരണഘടന ഏത് വകുപ്പ് വെച്ചിട്ടാണ് രാഷ്ട്രീയ സ്വയം സംഘത്തെ മാത്രം നിരോധിക്കുക? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആരും നിരോധിച്ചാലും സംഘം നിലനിൽക്കും. അതിന് മറുപടി കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് MP ആയിരുന്നു ബാലകൃഷ്ണ മേനോൻ. 1968 ഓർക്കണം, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ദത്തദാസ് തേങ്കടിജി അന്ന് രാജ്യസഭയിലുണ്ട്. ഇവരൊരു സുഹൃത്ത് ചർച്ചയ്ക്ക് MP മാരാണല്ലോ ഒന്നിച്ച് പാർലമെന്റ് ക്യാൻറ്റീനിൽ കാപ്പി കുടിക്കാൻ പോയിരിക്കുക. അവിടെ വെച്ചൊരു കമ്മ്യൂണിസ്റ്റ്, വേറെ ഒരു ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ കളിയാക്കി ചോദിച്ചു, ഈ ഡോക്ടർ ജി കോൻ ഹോത്താ ഹെ, ഈ ഡോക്ടർ ജി ആരാ? എനിക്ക് അദ്ദേഹത്തെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ബാലകൃഷ്ണൻ മലയാളിയായ രാജ്യസഭ മെമ്പർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മെമ്പർ, അദ്ദേഹം പറഞ്ഞു, മഹാന്മാരെ കുറിച്ച് അത്രയ്ക്ക് ലാഘവബുദ്ധിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അഹങ്കാരിയായ ബംഗാളി കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു, ഞാൻ ലാഘവബുദ്ധിയോടല്ല പറഞ്ഞത്, ഗൗരവത്തോടാണ് പറഞ്ഞത്. ഹെഗ്ഡെ മരിക്കുമ്പം അദ്ദേഹത്തെ എത്ര പേർക്കറിയാമായിരുന്നു? നേരെ പറഞ്ഞ് ജവഹർലാൽ നെഹ്റു മരിച്ചപ്പം അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിയുമായിരുന്നു. അപ്പം ജവഹർലാൽ നെഹ്റുവും ഹെഡ്ഗേവാറും തമ്മിലുള്ള താരതമ്യം എന്താണെന്ന് ചോദിച്ചത്. ഉടനെ തേങ്കടിജി, യുഗപ്രഭാവനായ ദത്തദാസ് തേങ്കടിജി കൊടുത്ത മറുപടി, അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഡോക്ടർ ജി മരിക്കുമ്പോൾ 54 വയസ്സിലാണ് 1940 മരിക്കുന്നത്. അന്ന് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ അദ്ദേഹത്തെ അറിയുള്ളായിരുന്നു. അധികം പേരൊന്നും അറിയില്ലായിരുന്നു. മറ്റത് ശരിയാണ്, ജവഹർലാൽ നെഹ്റു മരിക്കുമ്പം ലോകം മുഴുവൻ നെഹ്റുവിനെ അറിയുകയും ചെയ്യായിരുന്നു. അത്രയും പറഞ്ഞു നിർത്തി. ഇനി അടുത്തതാണ് ബാലകൃഷ്ണന്റെ ചോദ്യം. ബാലകൃഷ്ണന്റെ ആ ചോദ്യം സംഘത്തെ വിമർശിക്കുന്ന മുഴുവൻ പേരുടെയും മനസ്സിലുണ്ടാവണം. ബാലകൃഷ്ണൻ ചോദിച്ചു, 68 സംഭവം, 940 ഡോക്ടർ ജി മരിച്ചത്. ഇന്ന് 968 അത് പറയുന്ന ദിവസം നെഹ്റു മരിച്ചിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഡോക്ടർ ജി മരിച്ചിട്ട് 48 വർഷമായി. ഇന്ന് ഭാരതത്തിൽ എവിടെയെങ്കിലും ചെന്നിട്ട് നെഹ്റുവിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടിയും ആദർശങ്ങൾക്ക് വേണ്ടിയും ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള, ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവില്ല. വിരലെണ്ണാനുള്ള ആൾ പോലും കാണില്ല. പക്ഷേ ഡോക്ടർ കേശവ ബലിറാം ഹെഗ്ഡേവറിന്റെ ആശയത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ പറഞ്ഞാൽ ഭാരതത്തിനും മുക്കിനും മൂലയിൽ ഉൾപ്പെടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞത് ഒരു RSSകാരനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയ ബാലകൃഷ്ണനായിരുന്നു. അത് പുസ്തകത്തിൽ കാണുന്നുണ്ട്, രേഖയിലുണ്ട്. എന്നിട്ട് പറഞ്ഞ മറുപടിയാണ്, ഒരാൾ ജീവിച്ചിരിക്കുമ്പം അയാൾ ഉണ്ടാക്കിയ സ്വാധീനത്തിനപ്പുറം മരണശേഷം അയാൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ബാക്കി വയ്ക്കുന്ന നിഴലുകളുടെ നീളമാണ് ആ വ്യക്തിയുടെ പ്രസക്തി അളക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അളക്കുമ്പം നെഹ്റുവിൻ്റെ ബഹുകാലം മുമ്പിലാണ് ഡോക്ടർ കേശവ ബലിറാം ഹെഗ്ഡേവർ എന്ന് പറയുന്നതിന് ഒരു മടിയും അവിടെ കൂടിയ ഒരുത്തർക്കും ഉണ്ടായിരുന്നില്ല. അതാണ് ചരിത്രം, അതാണ് വസ്തുത. ഒരു സംഘത്തെ നിരോധിച്ച് കളയാം, ഇല്ലാതാക്കി കളയാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയതല്ലേ. ഒന്നും കൂടെ ചെയ്യട്ടെ. എന്തിനാണ് ഇന്ദിര അതേ സംഘത്തെ കൂടെ നിർത്താൻ വേണ്ടി ഒരു ബന്ധമുണ്ടായിരിക്കണമെന്ന്
അവർ ജീവിച്ചിരുന്ന കാലത്ത് രാജീവിനെ പ്രേരിപ്പിച്ചത് നീരജ് ചൗധരി എന്ന് പറയുന്ന ആ നെഹ്റു കുടുംബത്തിന്റെ ആശ്രിതയായിരുന്ന പത്രപ്രവർത്തന പുസ്തകമുണ്ട്, ഹൗ പ്രൈം മിനിസ്റ്റർ ഡിസൈഡ്. അതിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് രാജീവിന് RSSുമായിട്ട് കൃത്യമായി ബന്ധമുണ്ടാകുന്നതിനുള്ള വഴി ഇന്ദിര നോക്കിയിരുന്നു. കൂടെ ഇതും പറഞ്ഞിരുന്നു, RSSുമായിട്ടുള്ള രാജീവിൻ്റെയും എൻ്റെയും ചർച്ചകൾ ഡോണ്ട് ടേക്ക് ദാറ്റ് ടു ദ ഡൈനിങ് ടേബിൾ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ച ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരരുത്, അവിടെ ആവർത്തിക്കാൻ പാടില്ല. എന്താ കാരണം? ആ ഡൈനിങ് ടേബിളിൽ രാജീവും ഇന്ദിരയും കഴിഞ്ഞാൽ വേറെ ആരാ ഉണ്ടാവുക? സോണിയ. RSSന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സോണിയയിലെ തെക്കത്തരുന്ന സൂചന പോലും ഇന്ദിര നൽകിയതായിട്ട് ചരിത്രമുണ്ട്. 64 യുദ്ധത്തിന് ശേഷമുള്ള വിപ്ലവ ആ റിപ്പബ്ലിക്കൻ പരേഡില് നെഹ്റു അല്ലേ സംഘത്തിന്റെ സ്വയം സേവകരെ അവരുടെ പഥസഞ്ചലനത്തിന് അവസരം കൊടുത്തത്? മറക്കണ്ട. നെഹ്റുവിനും ഇന്ദിരയ്ക്കും മഹാത്മാഗാന്ധിക്കും ഒരുപക്ഷെ വൈകി എത്തിയ വിവേകം പോലെയാണെങ്കിൽ പോലും, അതുപോലെ സർദാർ പട്ടേലിനെ പോലുള്ളവർക്ക് സ്ഥായിയായ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സംഘത്തോടുണ്ടായിരുന്ന ആ താത്പര്യവും പരിഗണനയും ഭാരത ചരിത്രത്തിൽ വീണ്ടും ഉണ്ടാവും. അതിന് ഒരു ഖർഗെ വിചാരിച്ചാലും, ഒരു സോണിയ കരുതിയാലും, ഒരു രാഹുൽ കരുതിയാലും അതിന് അവസാനം ഉണ്ടാകില്ലെന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.